പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടിയിട്ടുണ്ട് പോലീസ്. കൊല്ലം കോടതിയിൽ എത്തിച്ചപ്പോഴാണ് ട്രെയിൻ മോഷണ കേസുകളിൽ പിടിയിലായ അഭിജിത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മുൻപ് ജയിൽ ചാടാനും അഭിജിത്ത് ശ്രമിച്ചിരുന്നു. ട്രെയിനിൽ തൂങ്ങിക്കിടന്ന അഭിജിത്തിനെ സാഹസികമായിട്ടായിരുന്നു പോലീസ് നേരത്തെ പിടികൂടിയത്. വി ജയശങ്കർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ അഭിജിത്ത് പോലീസിന് വലിയൊരു തലവേദനയായി മാറുകയാണ്. മോഷണക്കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയായിരുന്ന അഭിജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കോടതിയിൽ ഹാജരാക്കിയത്. ഈ ഘട്ടത്തിലാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം അഭിജിത്ത് നടത്തിയത്. കോടതി വരാന്തയിൽ നിൽക്കുകയായിരുന്ന ഈ പരവൂർ സ്വദേശി അഭിജിത്ത് നേരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നേരെ ഗേറ്റ് വഴി പുറത്തേക്ക് ഓടാനുള്ള ശ്രമം നടത്തി. പക്ഷേ പിന്നാലെ റെയിൽവേ പോലീസ് ഓടിച്ചിട്ട് അഭിജിത്തിനെ പിടികൂടുകയായിരുന്നു. മുമ്പും സമാനമായ രീതിയിൽ ജയിൽ ചാടിയിട്ടുള്ള ഒരു പുള്ളി കൂടിയാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുമ്പ് ഈ കൊല്ലം ജില്ലാ ജയിലിൽ നിന്ന് അങ്ങനെ ഈ ട്രെയിനിൽ മോഷണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും കൊല്ലം ജില്ലാ ജയിലിൽ എത്തിച്ചു. ആ ഘട്ടത്തിൽ ഇവിടെ മുമ്പ് ഈ ജയിലിൽ നിന്ന് ചാടിയ പാരമ്പര്യം അഭിജിത്തിനുള്ളതുകൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. 2 ആഴ്ച മുമ്പാണ് സംഭവം. അവിടെ വെച്ച് ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ചാടാൻ ശ്രമിച്ച അഭിജിത്തിനെ ജയിൽ ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് നിന്നാണ് പിടികൂടിയത്. അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും വീണ്ടും കോടതിയിൽ കൊണ്ടുവന്നൊരു ഘട്ടത്തിൽ അഭിജിത്ത് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകാനുള്ളൊരു ശ്രമം നടത്തിയത്. എന്തായാലും പോലീസ് ഇയാളെ പിടികൂടിയിട്ടുണ്ട്. വെസ്റ്റ് പോലീസ് ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അനധികൃതമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഈ അഭിജിത്ത്. മുമ്പ് റെയിൽവേ പോലീസ് അതീവ സാഹസികമായാണ് അഭിജിത്തിനെ പിടികൂടിയത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളന്ന് കാണുകയും ചെയ്തതാണ്. ട്രെയിനിലൊക്കെ തൂങ്ങിപ്പിടിച്ചൊക്കെ രക്ഷപ്പെടാൻ ശേഷിയുള്ള ആളാണ്. അപ്പോൾ ഈ അഭിജിത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ കോടതി വരാന്തയിൽ വെച്ച് അതിനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ റെയിൽവേ പോലീസ് അത് പരാജയപ്പെടുത്തി ഓടിച്ചിട്ട് അഭിജിത്തിനെ പിടികൂടുകയും ചെയ്തു. എന്തായാലും പുതിയൊരു കേസ് കൂടി വന്നിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കൊല്ലം വെസ്റ്റ് പോലീസ് അഭിജിത്തിനെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി ജയശങ്കർ.